എന്നാൽ കോൺഗ്രസിലും ചില ഭിന്ന സ്വരങ്ങളുണ്ടോ എന്ന സൂചന നൽകുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ. സന്ദീപ് എല്ലാ കാലത്തും സ്നേഹത്തിന്റെ കടയ്ക്കൊപ്പം ഉണ്ടാകണമെന്ന് കെ മുരളീധരൻ പറയുന്നു. സന്ദീപ് എല്ലാ പാർട്ടികളും തേടി നടന്നു, അവസാനമാണ് കോൺഗ്രസിലെത്തിയതെന്നും കെ മുരളീധരൻ പറയുന്നു. രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പം ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അദ്ദേഹം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസ് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ്. പക്ഷേ ചില എതിർ ശബ്ദങ്ങൾ കോൺഗ്രസ് ചേരിയിലും ഉണ്ടാകുന്നു എന്നതാണ് മുരളീധരന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതെങ്ങനെ പ്രകടമാകും എന്നതും നിർണായകമാണ്. എന്തായാലും സന്ദീപിന്റെ കോൺഗ്രസിലെ ഭാവി എന്താകുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയരുന്നോ എന്ന സംശയം കൂടിയുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, പാലക്കാട് രാഷ്ട്രീയത്തിൽ അവസാന ഘട്ടത്തിൽ കടന്നുവരുന്ന പുതിയ വിഷയമാണ് സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം. സ്വാഭാവികമായും കോൺഗ്രസ് നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ BJPയുടെ മറുപടി എന്തായിരിക്കും? CPM നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം എന്താണ്? പാലക്കാട് പറയാൻ പോകുന്ന രാഷ്ട്രീയം? തീർച്ചയായും BJP ഇതിനകം തന്നെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി BJPയുടെ മൗനവും BJPയുടെ മറുപടികളും ഒക്കെ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യരെ തിരിച്ച് കോൺഗ്രസിലേക്ക് BJPയിലേക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് അവർ കരുതിയിരുന്നതാണ്. പക്ഷേ സന്ദീപ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം ചേരും എന്ന ധാരണ അവർക്കുണ്ടായിരുന്നില്ല. CPMലേക്കുള്ള വാതിൽ അടഞ്ഞിരുന്നു എന്ന് BJP കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ പ്രത്യയശാസ്ത്രത്തെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടൊരു മാറ്റം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുമെന്ന് BJP കരുതിയിരുന്നില്ല. കാരണം അത്രയ്ക്ക് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്ര രീതിയല്ല BJPക്കുള്ളത്, സംഘപരിവാറിനുള്ളത്. സംഘം തന്നെ വീട്ടിലെത്തിയെന്ന് A. ജയകുമാർ പറഞ്ഞ അതേ RSSനെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പുറത്തേക്ക് പോയി എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അല്പം കൗതുകമുള്ളതാണ്. സന്ദീപ് പോകുമെന്ന് അവർ കരുതിയും സന്ദീപിന് BJPയിൽ ഉണ്ടാകില്ല എന്ന് അവർ വിലയിരുത്തിയിരുന്നു. പക്ഷെ അത് ഈ നിലയിലാകുമോ എന്ന കണക്കുകൂട്ടൽ BJP ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ട് മുൻപ് നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. സജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സരിന്റെ മാറ്റമുണ്ടായിരുന്നു, അത് കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക്. അതിനൊരു മറുപടി ഒരു പരിധിവരെ നൽകാൻ ഈ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മാത്രം ബാക്കിയുള്ളപ്പോൾ അതിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം.